Hi friends, welcome back to our channel Tips for You A to Z. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിവാളിപ്പൊക്കെ മാറി സ്കിൻ നല്ല ഗ്ലോ ആവാനായിട്ട് ബ്യൂട്ടി പാർലറിലൊന്നും പോവാതെ തന്നെ നമുക്ക് എങ്ങനെയും വളരെ എളുപ്പത്തിൽ തന്നെ ഒരു സ്ക്രബും പാക്കും ചെയ്യാനാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തപ്പോഴുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നമുക്ക് ഒന്നല്ല രണ്ട് ചാനലുണ്ട്, ടിപ്സ് ഫോർ യു A to Zഉം ഗീതസ് ഹെയർ കെയറും. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണം. പുതിയതായിട്ട് ഒത്തിരി മെമ്പേഴ്സ് ഡേ ടു ഡേ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തായിട്ട് ഒരു കാര്യം പറയാം. നമ്മളൊരു 6 വർഷമായിട്ട് ഹെയർ ഓയിൽ കൊടുക്കുന്നുണ്ട്. മുടി കൊഴിച്ചിലൊക്കെ വെറും 7 ദിവസം കൊണ്ട് മാറാനായിട്ട്, മുടി കൊഴിഞ്ഞു പോയെടുത്ത് 2 ആഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള ഹെയർ ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക്, ഹെയർ ജെല്ലൊക്കെ കൊടുക്കുന്നുണ്ട്. ഹെയറിലേക്കായിട്ട് മാത്രമല്ല സ്കിൻ വൈറ്റനിങ്ങിനായിട്ടും പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് ജെല്ല്, സ്കിൻ വൈറ്റനിങ് സോപ്പ് 1 വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് നമ്മളുടെ ഹെയർ ഓയിൽ, സ്കിൻ വൈറ്റനിങ് ഓയിൽ. കാരണം 100% നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കുന്നത്. പ്രൊഡക്ട്സ് ഉപയോഗിച്ചവരുടെ കൂടുതൽ റിസൾട്ട് അറിയാനായിട്ട്, കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വാങ്ങേണ്ടത്, എത്രയാണ് റേറ്റ് എന്നൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കുക, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഏത് പ്രായക്കാർക്കും സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പും കറുത്ത പാടും വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ വെച്ച് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അതിനായിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് വീട്ടിലുള്ള തക്കാളിയാണ് കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയൊരു തക്കാളിയാണ്. അത് നടുമുറിച്ചിട്ടുണ്ട്. അതിലെ ഒരു പീസ് തക്കാളി എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. 5 to 10 മിനിറ്റ്സോളം സ്ലോവിൽ സ്ക്രബ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഒരു തക്കാളി വെച്ചിട്ട് നമുക്ക് പാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ സ്കിന്നിന് തിളക്കം കൂട്ടാനായിട്ട്, കരിവാളിപ്പ് മാറ്റാൻ, മുഖക്കുരു കുറയ്ക്കാനായിട്ട്, എണ്ണമയം നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് തക്കാളി വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബാണ്. സ്ക്രബിനായിട്ടുള്ള രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ്. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു മുറി തക്കാളിയിലേക്ക് കോഫി പൗഡർ ഉതിർ കൊടുക്കുക. ഏത് കോഫി പൗഡർ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇന്ന ബ്രാൻഡ് തന്നെ വേണമെന്നൊന്നുമില്ല. കോഫി പൗഡർ അതിലിടുക, എന്നിട്ട് കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. കോഫി പൗഡർ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡെഡ് സ്കിൻ എല്ലാം റിമൂവ് ചെയ്യാനായിട്ട്, ടാൻ എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ് കോഫി പൗഡർ. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി അതിലേക്ക് വിതറി കൊടുക്കണം. പഞ്ചസാരയും കോഫി പൗഡർ ഒരു വിരൽ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആ തക്കാളി ഉപയോഗിച്ച് നമുക്ക് 5 to 10 മിനിറ്റ്സോളം ഫേസിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ടാൻ പോകാനായിട്ട്, ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബൊക്കെ ആകുമ്പോൾ ധൈര്യമായിട്ട് ചെയ്യാം. കെമിക്കലായിട്ടുള്ള സ്ക്രബ് ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് പിന്നീടാണ് അറിയുക. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് പല ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നാച്ചുറൽ സ്ക്രബ് ചെയ്യാം. റവ എടുക്കാം, ഓട്സ് എടുക്കാം. അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ എപ്പോഴും റവ എടുക്കണ്ട എന്നുള്ളതിലാണ് ഇന്ന് പഞ്ചസാരയും കോഫി പൗഡർ ആക്കിയത്. മാത്രമല്ല പഞ്ചസാരയും കോഫി പൗഡർ ഒറ്റവട്ടം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ചേഞ്ച് ഉണ്ടാവും. ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല, നിങ്ങൾക്ക് കൈകാലുകളിലൊക്കെ കരുവാളിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരുടെയും ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. 5 മുതൽ 10 മിനിറ്റ് സ്ലോവിൽ സ്ക്രബ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യുക. അതിന് ശേഷം നമുക്കൊരു പാക്ക് ഇട്ട് കൊടുക്കാം. പാക്കിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയൊരു പീസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകിയതിന് ശേഷം തൊലിയോട് കൂടി തന്നെ നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാം കേട്ടോ. നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ബാലൻസ് വന്നിരിക്കുന്ന ഭാഗമില്ലേ, അതും ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം എൻ്റെ മിക്സിയിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടാൽ മാത്രമേ നന്നായിട്ട് പേസ്റ്റ് പോലെ അടിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അത് കാരണം ഇത് ജസ്റ്റ് ഒന്ന് ചതഞ്ഞിട്ടേ ഉള്ളൂ. എന്നാലും നമുക്ക് മസാജ് ചെയ്യാനായിട്ട് ഈ ഒരു പരുവം മതി കേട്ടോ. അതിൻ്റെ നീരാണ് നമ്മൾ എടുത്തിട്ട് മസാജ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഓപ്ഷനിലായിട്ട് തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേൻ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഈ ഒരു പാക്ക് ഇടുമ്പോൾ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫേസിലുള്ള ഹെയർ റിമൂവ് ചെയ്യാനായിട്ടും നല്ലതാണ്. ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഐബ്രോസിലൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയണം കേട്ടോ. മഞ്ഞൾ ചേർത്ത കാരണം ഐബ്രോസ് കൊഴിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അതുപോലെ ഈ ഒരു പാക്ക് ആണുങ്ങൾക്കായാലും ചെയ്യാവുന്നതാണ്. മീശ, താടി അവിടെയൊക്കെ ആകുമ്പോൾ തുടച്ച് കളയണം കേട്ടോ. ഇത് ഉപയോഗിച്ചതിന് ശേഷം മിനിമം ഒരു അരമണിക്കൂർ വെച്ചിരിക്കണം. കാരണം ഇത് നമ്മുടെ പാക്ക് പോലെ തിക്കായിട്ടുള്ളതല്ല, ഒരു ലിക്വിഡാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 1 അവർ വെച്ചിരുന്നാലും കുഴപ്പമില്ല. നമ്മളെപ്പോഴും പറയാറുണ്ട് പാക്കൊക്കെ ഇടുമ്പോൾ ഇത്തിരി ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യണമെന്ന്. പക്ഷേ ഈ ഒരു പാക്കിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഒരു 1 അവറൊക്കെ വരെ വെച്ചിരിക്കാം. കാരണം ഇത് ലിക്വിഡ് ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അപ്ലൈ ചെയ്യുക. പിന്നീട് 1 മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഇത് ചെയ്തതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ.
വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ, മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ.